സംസ്ഥാനത്ത് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. 1000 രൂപയുടെ വിതരണം. ഈ ഒരു തുക നിലവിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ലഭിക്കാത്തവർ തുടങ്ങിയവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. മാർച്ച് മാസത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു തുക എത്താൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായും വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചു. വനിതകളായിട്ടുള്ള സ്ത്രീകൾക്ക് 1000 രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക കൈമാറിയിട്ടുള്ളത്. 10 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ആളുകൾക്ക് ഈ ഒരു തുക ലഭിച്ചിട്ടില്ല എന്ന് കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരായിട്ടുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക. കൂടാതെ ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും സ്ത്രീകൾ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ യോഗ്യത തെളിയിക്കുന്ന സത്യവാങ്മൂലം തീർച്ചയായും നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരും ആയിരിക്കണം. വിധവ അല്ലെങ്കിൽ അവിവാഹിത, വികലാംഗ, സാമൂഹ്യക്ഷേമ സർവീസ്, കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ, ഇനി അതുമല്ലെങ്കിൽ EPF പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾ ആയിരിക്കരുത്. കൂടാതെ കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല. റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി പിന്നീട് തരം മാറ്റപ്പെട്ടാൽ ഈ ഒരു തുക പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത പിന്നീട് നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈനായും ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് ഈ ഒരു തുക ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ നൽകിയ അപേക്ഷയിലെ പിഴവ് മൂലമാണ് ഈ ഒരു തുക ലഭിക്കാത്തത്. ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ടിലെ നിങ്ങളുടെ പേര്, ആധാറിലെ പേര്, അതുപോലെ തന്നെ മറ്റു വിശദാംശങ്ങളിലെ തെറ്റുകൾ എന്നിവയിൽ തിരുത്തലുകൾ വരുത്തിയാൽ അല്ലെങ്കിൽ ഈ ഒരു തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി വീണ്ടും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ പിന്നീട് ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ. പല ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലെ പേര്, അതുപോലെ തന്നെ ഇനീഷ്യലിലെ വ്യത്യാസം, വിലാസങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു തുക നഷ്ടപ്പെടുന്നത്. ആധാർ അധിഷ്ഠിതമായാണ് തുക നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങൾ നൽകുന്ന രേഖകളിലെ പേര്, വിലാസം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ എല്ലാം തന്നെ കൃത്യമായാൽ മാത്രമേ ഈ ഒരു തുക തടസ്സം കൂടാതെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.